വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. നമ്മൾ പ്ലാൻ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ, ഏതൊക്കെയായിരുന്നു പ്ലാൻ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതിൽ ഇപ്പൊ നമ്മൾ ആൽഗയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് ബ്രയോഫൈറ്റിനെ കുറിച്ച് പഠിക്കാം. Bryophytes are known as amphibians of plant kingdom. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയുന്നത്, ഉഭയജീവികൾ. ഇത് പ്ലാൻ കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? they live in the soil but they depend on water for sexual reproduction. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വാട്ടർ എസെൻഷ്യൽ ആണ്. അപ്പൊ അതിന് വെള്ളം അതിന്റെ ലൈഫ് സൈക്കിളിൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത്. ദേ ഒക്കർ ഇൻ ഡാം, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് പ്ലേസസ്. നനവുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ മോയ്സ്ചർ ഒക്കെയുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അധികം വെയിൽ കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത്. The plant body is not differentiated into root, stem, leaf, etc. But they are more differentiated than algae. ഇപ്പോൾ പ്ലാന്റ് ബോഡി ലീഫ്, റൂട്ട്, സ്റ്റെം ഇങ്ങനെ ഒന്നും തിരിച്ചിട്ടില്ല. പക്ഷേ ആൽഗയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആൽഗയിലും അങ്ങനെ തിരിക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ പ്ലാന്റ് ബോഡി എന്ത് പേര് വിളിച്ചു? താലസ് എന്ന് വിളിച്ചു അല്ലേ. ഇവിടെ നമ്മൾ അങ്ങനെ താലസ് എന്ന് അതിനെ പറയാറില്ല. കാര്യം ഇതിനെ ആൽഗയേക്കാൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. They have leaf-like, stem-like and root-like structures. റൂട്ട് പോലെ തോന്നിക്കുന്ന സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ താലസ് എന്ന് അതിന്റെ പ്ലാൻ ബോഡിയെ വിളിക്കാറില്ല. ഇവിടെ the plant body is attached to the substratum by means of rhizoids. റൂട്ട് അല്ല, പക്ഷെ റൂട്ട് പോലെ തോന്നിക്കുന്ന കുറെ സ്ട്രക്ചേഴ്സ് അതിനുണ്ട്. അത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ദ മെയിൻ പ്ലാൻ ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്. ഇതിന്റെ പ്ലാൻ ബോഡിയിലുള്ള എല്ലാ സെല്ലും, ഏത് സെല്ല് നോക്കിക്കഴിഞ്ഞാലും ആ സെല്ലുകളെല്ലാം ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ക്രോമസോം മാത്രമുള്ളതിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്ലാൻ ബോഡിയിലെ ഏത് സെല്ല് നോക്കിയാലും അതില് ഒരു സെറ്റ് ക്രോമസോമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അത് ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് അത് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പ്ലാൻ ബോഡിയെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പോ ബ്രയോഫൈറ്റിന്റെ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ്. ഇതിന്റെ പ്ലാൻ ബോഡിയെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. ഗമേറ്റ് ഡയറക്റ്റ് ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഗാമറ്റോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് പ്ലാൻ ബോഡിയാണ് അതിനുള്ളത്. മനസ്സിലായോ? ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോം. അപ്പൊ അതിന്റെ പ്ലാൻ ബോഡിയിൽ ഒരു സെറ്റ് ക്രോമസോം ആണ് ഉള്ളത്. ദ പ്ലാൻ ബോഡി ഈസ് പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. രണ്ട് ടൈപ്പിലുള്ള ബ്രയോഫൈറ്റിനെ നമുക്ക് കാണാൻ പറ്റും. ചില ബ്രയോഫൈറ്റുകൾ അതിന്റെ പ്ലാൻ ബോഡി പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് സബ്സ്ട്രേറ്റത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വളരുന്നു. അതിനെയാണ് നമ്മൾ പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലത് സബ്സ്ട്രേറ്റത്തിൽ പ്രോസ്ട്രേറ്റ് ആയിട്ട് കാണുന്നു, ചിലത് ഇറക്റ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ളതും ഇറക്റ്റ് ആയിട്ടുള്ളതുമായ ബ്രയോഫൈറ്റുകൾ ഉണ്ട്. പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്നത്, അത് ഡോർസി വെൻട്രൽ. അതിന് ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും ഉണ്ടായിരിക്കും. ഏകദേശം ഇതേപോലെ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സാധാരണ വെള്ളമുള്ള നനഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ നനഞ്ഞ മതിലുകളിലൊക്കെ ഇതുപോലെ വന്ന് കാണും. ഇത് ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടാണ് ഇത് വരുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ എല്ലായിടത്തും ഇതിങ്ങനെ വളർന്നു വരും. അപ്പൊ ഇതിന് ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. ഇതൊരു സബ്സ്ട്രേറ്റ്, ഇതൊരു മതലാണെങ്കിൽ ചിലപ്പോൾ മതലായിരിക്കണം സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ സോയിലിൽ കാണും, എങ്ങനെ വേണമെങ്കിലും കാണാം. അപ്പോൾ ഇത് മതലാണെങ്കിൽ ഇതില് നമ്മൾ കാണുന്ന വശം ഇതാണ് അതിന്റെ ഒരു ഡോർസൽ സൈഡ് ഉണ്ട്, ഒരു വെൻട്രൽ സൈഡും ഉണ്ട്. ഇതിന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡില് നോക്കിക്കഴിഞ്ഞാല് ഇതില് ഇങ്ങനെ
റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇതുകൊണ്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ അതിനെ എടുത്തിട്ട് തിരിച്ചു നോക്കിയാലാണ് ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ അതല്ലേ നമ്മളിങ്ങനെ കാണുന്നത്, അതിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അതിനെ ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റൈസോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് ഇരിക്കാൻ സഹായിക്കുന്നത് റൈസോയിഡ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ളതുണ്ട്, ഇനി ഇറക്റ്റ് ആയിട്ടുള്ളതുണ്ട്. ഇറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെ ഇരിക്കുന്നത്? ഇറക്റ്റ് ആയിട്ടുള്ളതിന് അതിനും റൈസോയിഡ് ഉണ്ട്. അത് ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇങ്ങനെ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് കണ്ടോ? അപ്പൊ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഇത് ലീഫ് അല്ല, ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ലീഫ് ലൈക്ക്, ലീഫ് പോലെ തോന്നിക്കുന്നു, ലീഫ് അല്ല. അതുപോലെ ഇത് സ്റ്റെം ലൈക്ക്. ഇതിന് നമ്മൾ റൂട്ട് ലൈക്ക് അതിന് പേരിട്ടിട്ടുണ്ട് റൈസോയിഡ്. റൂട്ട് പോലെ ഇരിക്കുന്നു. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ പ്ലാന്റ് പോലെ നമുക്ക് തോന്നുന്നില്ലേ? അപ്പോ ഇങ്ങനെയുള്ള ഇറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രോസ്ട്രേറ്റ് ആയിട്ട് ഡോർസി വെൻട്രൽ സർഫസ് ഉള്ള ഒരു താലോയിഡ് ലൈക്ക്, ഇതൊരു താലസ് പോലെ ഇരിക്കുന്ന ബ്രയോഫൈറ്റുകളും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ബ്രയോഫൈറ്റ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ പരന്നിരിക്കുന്നത്, ഒന്ന് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഇറക്റ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റും ഉണ്ട്. ബ്രയോഫൈറ്റിലെ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ഓർ ബഡ്ഡിങ്. ഇതിൽ നിന്ന് മുറിഞ്ഞു പോയാൽ വീണ്ടും ഒരു ഇതായിട്ട് വളർന്നു വരിക, അതാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഇതിൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ബഡ്ഡിങ്. ചിലതിലൊക്കെ ബഡ് ഉണ്ടാകാറുണ്ട്, അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ഓർ ബഡ്ഡിങ്. ഇനി asexual reproduction. Here asexual reproduction is by gemmacups. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. asexual reproduction by gemmacups. അതായത് ഈ പ്ലാന്റ് ബോഡിയിൽ ഇടക്കിടക്ക് ഒരു കപ്പ് പോലെ വന്നിട്ട് അതിലൊരു ബഡ് ഉണ്ടാകുന്നു. മനസ്സിലായോ? ഒരു കപ്പ് പോലെ അത് വരുന്നു, എന്നിട്ടാണ് അതിന്റെ നടുക്ക് ബഡ് ഉണ്ടാവുന്നു. ഇതിനെയാണ് ജെമ്മേക്കപ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വേർപെട്ട് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞ് അത് രണ്ടാമത് മുളച്ചു വരുന്നു, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വരുന്നു. അതാണ് ജെമ്മേക്കപ്സ്. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ ജെമ്മേക്കപ്സ്. ക്ലിയർ ആയല്ലോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബ്രയോഫൈറ്റില് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം എന്താണ്? ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ഇവിടെ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്, അത് ഗമേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, they produced separate sex organs. ഇവിടെ സെപ്പറേറ്റ് സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും വന്നിട്ട് ആ സെക്സ് ഓർഗനിലാണ് ഗമേറ്റ് ഉണ്ടാകുന്നത്. രണ്ടും സെപ്പറേറ്റ് ഉണ്ടാകുന്നു. മെയിൽ സെക്സ് ഓർഗൻ ഈസ് നോൺ ഏസ് ആന്തറീഡിയ, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ഈസ് ആന്തറീഡിയ, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ. അപ്പോൾ ഈ സെക്സ് ഓർഗൻ ചിലപ്പോ അത് രണ്ടും ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ടാകും, ചിലപ്പോ വേറെ വേറെ പ്ലാന്റിലായിരിക്കും മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻ ഉണ്ടാകുന്നത്. മെയിൽ സെക്സ് ഓർഗൻ ആന്തറീഡിയ എന്ന് പറയും. ഈ ആന്തറീഡിയയിൽ ഒരുപാട് സെല്ല്, ന്യൂമറസ് സെൽസ് എങ്ങനെ ഉണ്ടാകും? ഈ ഓരോ സെല്ലും മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നു. ഈ മെയിൽ ഗമേറ്റിനെ, ഇത് മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുമ്പോൾ ഓരോ സെല്ലും മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നു. ഈ മെയിൽ ഗമേറ്റിനെ ആന്ത്രോസോവൈഡ് എന്ന് പറയും. ആന്ത്രോസോവൈഡ്സ്. അപ്പോൾ മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നത് മെയിൽ സെക്സ് ഓർഗൻ അകത്താണ് മെയിൽ ഗമേറ്റ് ഉണ്ടാകുന്നത്. ഇത് ഓരോന്നും ബൈഫ്ലജല്ലേറ്റ്, 2 ഫ്ലജല്ലേറ്റ് ഉള്ള ആന്ത്രോസോവൈഡ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ കുറെ ആന്ത്രോസോവൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മെയിൽ സെക്സ് ഓർഗൻ ആണ് ആന്ത്രീഡിയ. അത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും, അതിനകത്ത് ഒരുപാട് ആന്ത്രോസോവൈഡ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്.
ഇനി ഫീമെയിൽ സെക്സ് ഓർഗൻ, അതിന് ഒരു ഫ്ലാസ്ക് ഷേപ്പാണ്. ഇതിപ്പോ മുറിച്ചു വെച്ചതുപോലെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ അതിനെ ഒന്ന് മുറിച്ചതുപോലെ കാണിച്ചതാണ്. അപ്പോ കണ്ടോ, ഇങ്ങനെയാണ് അത് മുറിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അതിന് ഒരു കവറിങ് ഒക്കെ ഉണ്ട്, ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഏതിന്, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയൊക്കെ ഉള്ളത്. ഇനി ഈ ആർക്കിഗോണിയയുടെ അകത്ത് ആണ് ഫീമെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ എഗ് ഉണ്ടാകുന്നത്. എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമേറ്റ്. egg or female gamete developed inside the archegonia. ഇവിടെ നിങ്ങൾ ഒരു വ്യത്യാസം നോക്കിക്കേ. ഇതിനകത്ത് മെയിൽ ഗമേറ്റ്, ആന്ത്രോസോവൈഡ്സ് എന്ന് പറയുന്നത് മെയിൽ ഗമേറ്റ്. ന്യൂമറസ് ആന്ത്രോസോവൈഡ്സ് ഉണ്ടാകുന്നു. ന്യൂമറസ്, ഒരുപാടെണ്ണം ഉണ്ടാവുന്നു. പക്ഷേ ഫീമെയിൽ ഗമേറ്റ് എത്ര എണ്ണമാണ്? ഒരു ഫീമെയിൽ ഗമേറ്റ്. ഈ ആർക്കിഗോണിയയുടെ അകത്ത് ഒരു ഫീമെയിൽ ഗമേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി ആ ഫീമെയിൽ ഗമേറ്റിന്റെ പ്രത്യേകത, ദേ ആർ നോൺ മൊട്ടൈൽ, സ്റ്റേഷനറി. എന്തുകൊണ്ടാണ്? അതിന് ഫ്ലജല്ല ഒന്നുമില്ല, അത് അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ടിരിക്കും. മനസ്സിലായോ? അപ്പോ ഫീമെയിൽ ഗമേറ്റ് ഒരെണ്ണേ ഉള്ളു, അത് സ്റ്റേഷനറി ആണ്, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ലാതെ ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് മെയിൽ ഗമേറ്റ് ന്യൂമറസ് ഉണ്ട്, അത് ഇത് ഓപ്പൺ ചെയ്ത് ഇത് ആയി കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് ആന്ത്രോസോവൈഡ്സ് വെളിയിൽ വരുന്നു. ആന്ത്രോസോവൈഡ്സ് മെച്ചുറായി കഴിയുമ്പോൾ ഡെലിബറേറ്റഡ് ഇൻ ടു ദി വാട്ടർ, വാട്ടറിലേക്ക് അതിനെ വിടുന്നു. മെച്ചുറായി കഴിയുമ്പോൾ അതിനാണ് വെള്ളം ആവശ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആന്ത്രോസോവൈഡ്സിനെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് വെള്ളത്തിലൂടെ സ്വിം ചെയ്തിട്ടാണ് അത് ഈ എഗ്ഗിലേക്ക് എത്തുന്നത്. അത് സ്വിം ചെയ്ത് വെള്ളത്തിലൂടെ വന്ന് ഇതിലൂടെ, ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിങ്ങിലൂടെ ആ ആന്ത്രോസോവൈഡ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പൊ അതിനാണ് വെള്ളം അത്യാവശ്യം ആണെന്ന് പറഞ്ഞത്. അപ്പോ ഈ ആന്ത്രോസോവൈഡ് liberated into water and they swim and reach into the archegonium and fused with the egg. ആ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂഷൻ നടക്കുന്നു. എവിടെ വെച്ചാണ് ഫ്യൂഷൻ നടക്കുന്നത്? ആർക്കിഗോണിയത്തിനകത്ത് വെച്ചാണ്. മനസ്സിലായോ? ആർക്കിഗോണിയത്തിനകത്താണ് എഗ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫ്യൂഷൻ നടക്കുന്നു. ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സൈഗോട്ട് അല്ലേ? വാട്ട് ഈസ് ദ പ്ലോയിഡി ഓഫ് സൈഗോട്ട്? മെയിൽ ഗമേറ്റ് ഹാപ്ലോയിഡ്, ഫീമെയിൽ ഗമേറ്റ് ഹാപ്ലോയിഡ്. രണ്ട് ഹാപ്ലോയിഡ് ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ഇവിടെ നോക്കൂ, ഇതാണ് ഒരു ഫൈറ്റ്, ഒരു മോസ് പ്ലാന്റ്. ബ്രയോഫൈറ്റിലെ പ്രോസ്ട്രേറ്റും ഇറക്റ്റും ഉണ്ട്. ഒരു ഇറക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. ഇതിലാണ് ഈ ആർക്കിഗോണിയ, ഇതിന്റെ ടിപ്പ് ഭാഗത്ത് ഇവിടെയാണ് ഇതിങ്ങനെ ആർക്കിഗോണിയ ഉണ്ടാകുന്നത്. ആന്ത്രീഡിയം ചിലപ്പോ ഇതിന്മേൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോ ഇതിൽ വേറെ ബ്രാഞ്ച് വന്നിട്ട് അതിലായിരിക്കും ആന്ത്രീഡിയം ഉണ്ടാകുന്നത്. ഇതുപോലെ ബ്രാഞ്ച് വന്നിട്ട് ഇവിടെ ആയിരിക്കും ഈ ആന്ത്രീഡിയം ഉണ്ടാകുന്നത്. ഇനി ആർക്കിഗോണിയ, ഇത് ഫ്യൂഷൻ നടന്ന് ഇത് ഇപ്പോ ഇതിനകത്ത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തു. ഇതിനകത്ത് ഇപ്പോ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഒരു സൈഗോട്ട് ഉണ്ടായി എന്ന് വിചാരിക്കും. ഇനി എന്ത് ചെയ്യും? നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതുപോലെ സൈഗോട്ട് ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല, പകരം സൈഗോട്ട് അവിടെ നിന്ന് വളരാൻ തുടങ്ങുന്നു. അതായത് ഈ സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു സൈഗോട്ട് അവിടെ ഇരുന്ന് ഡിവിഷൻ നടത്തുന്നു. എന്ത് ഡിവിഷൻ? മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് അത് വേറൊരു സ്ട്രക്ചർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ദാറ്റ് ഈസ് നോൺ ആസ് സ്പോറോഫൈറ്റ്. അപ്പോൾ അതിവിടെ നിന്ന് ഇങ്ങനെ വളർന്നു വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മതിലിന്റെ മുകളിലൊക്കെ നിൽക്കണ കണ്ടിട്ടില്ലേ? ഇതാണ്
മോസ് പ്ലാന്റ് എന്ന് പറയും. ഫ്യൂണേറിയ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, ഫ്യൂണേറിയ. ഇതാണ് മോസ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ കളിക്കാനൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ, ഇത് പറിച്ചിട്ട് ഇങ്ങനെ കൊളുത്തി കളിക്കുന്നത്. അപ്പോൾ അതാണ് മോസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇപ്പൊ ഈ സാധനം ഇപ്പൊ എങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷം സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് വളർന്നുണ്ടായതാണ് ഈ സ്ട്രക്ചർ, ഈ കാണുന്ന ഈ സ്ട്രക്ചർ. ഇതിനെ നമ്മള് സ്പോറോഫൈറ്റ് എന്ന് പറയും. സ്പോറോഫൈറ്റിന്റെ പ്ലോയിഡി, സ്പോറോഫൈറ്റിന്റെ പ്ലോയിഡി എന്താണ്? മെയിലും ഫീമെയിലും ഗമേറ്റ് ഫ്യൂസ് ചെയ്തുണ്ടായ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടായതാണ്. അപ്പൊ ഇതിന്റെ പ്ലോയിഡി 2n. അപ്പൊ ഇത് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് എങ്ങനെയാണ് ഉണ്ടായത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ജെർമിനേറ്റിംഗ് ടു സ്പോറോഫൈറ്റ്. ഇനി ഈ സ്പോറോഫൈറ്റ് എവിടെയാണ് കാണുന്നത്? സ്പോറോഫൈറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിക്ക് എന്ത് പേരാണ്? നമ്മൾ നേരത്തെ പേര് പറഞ്ഞല്ലോ. എന്ത് പേര് പറഞ്ഞു? ഗാമറ്റോഫൈറ്റ്. അപ്പോൾ സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ്. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡന്റ് അല്ല. സ്പോറോഫൈറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റില് അറ്റാച്ച് ചെയ്താണ് അത് വളരുന്നത്. ക്ലിയർ ആയോ എങ്ങനെയാണെന്ന്? ഇനി സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ഏറ്റവും താഴെ ഇതിനകത്തായിട്ടിരിക്കുന്ന ഭാഗം ഫുട്ട്, ഈ നീണ്ടിരിക്കുന്ന ഭാഗം സീറ്റ, ആൻഡ് ഇവിടെ അറ്റത്ത് വന്ന് ഉരുണ്ട് ഇരിക്കുന്ന ഭാഗത്തിന് ക്യാപ്സ്യൂൾ. അപ്പോ സ്പോറോഫൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫുട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഇവിടം വരെയുള്ള സെല്ലുകളെല്ലാം ഹാപ്ലോയിഡ് ആണ്. പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. പക്ഷേ ഈ വന്നിരിക്കുന്ന സാധനം, ഇത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഇനി ക്യാപ്സ്യൂളിനകത്ത് ഒരു സഞ്ചി പോലെ വന്നിട്ട് അവിടെ കുറെ സെല്ല്, അതിനകത്തുള്ള ഒരു പ്രത്യേക സെല്ലുകളുണ്ട്. ദാറ്റ് സെൽസ് അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് എന്തുണ്ടാവുന്നു? മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ ഇത് ഡിപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു. മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളില് ഒരു അറ പോലെ ഉണ്ടായിട്ട് അതിനകത്ത് കുറെ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഒരു സെൽ എത്രയായിട്ടാണ് മാറുന്നത്? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 4 ഹാപ്ലോയിഡ് സ്പോർ ആയിട്ട് മാറുന്നു. അപ്പൊ ഓരോ സെല്ലും, അതിനകത്തുണ്ടായിരുന്ന ഓരോ ഡിപ്ലോയിഡ് സെല്ലും 4 വീതം ഹാപ്ലോയിഡ് സ്പോർ ആയിട്ട് അത് മാറുന്നു. അപ്പോൾ ഇതിനകത്ത് കുറെ സ്പോർ ഡെവലപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ആ സ്പോറ് മെച്ചുറായി കഴിയുമ്പോൾ ഇതിന്റെ ഈ ടിപ്പ് ഭാഗം, ഈ അറ്റം ഭാഗം, ഈ ഭാഗം, ഇത് തുറന്നിട്ട് അതിൽ നിന്ന് ആ സ്പോർ പുറത്തേക്ക് വരുന്നു. സ്പോർ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഹാപ്ലോയിഡ് ആണ് സ്പോർ. മനസ്സിലായോ? ഇത് ഡിപ്ലോയിഡ് ആണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹാപ്ലോയിഡ് സ്പോർ ആണ്. ആ ഹാപ്ലോയിഡ് സ്പോർ എവിടെയെങ്കിലും വീഴുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഇതിൽ നിന്ന് വന്നിരിക്കുന്ന സ്പോർ വീഴുന്നു. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫിലമെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നു. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫിലമെന്റ് സ്ട്രക്ചർ എവിടെയാണോ വീഴുന്നത്, ഒരു മതിലിന്റെ മുകളിലാണെങ്കിൽ അവിടെ അങ്ങോട്ട് പരന്ന് അത് കുറെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഇതിനെ പ്രോട്ടോനീമ എന്ന് പറയും. പ്രോട്ടോനീമ. അപ്പോ ഇത് ഗാമറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ ഗാമറ്റോഫൈറ്റ് നമ്മൾ നേരത്തെ പ്ലാന്റ് ബോഡി ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടായി വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണ് ഇത്. അപ്പോൾ സ്പോറ് വീണിട്ട് അവിടെ പരന്ന് ഉണ്ടാകുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പ്രോട്ടോനീമ എന്ന് പറയുന്നത്.
അപ്പം അത് അവിടെ സ്പ്രെഡ് ചെയ്ത് ഉണ്ടാകുന്നു. മനസ്സിലായോ? സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫിലമെന്റൽ സ്ട്രക്ചേഴ്സ്, അതാണ് പ്രോട്ടോനീമ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നാണ് ഇതിന്റെ അവിടെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എന്ത് വരുന്നു, ഈ ഇറക്റ്റ് സ്ട്രക്ചേഴ്സ് ഇതുണ്ടായി വരുന്നു. അത് പല സ്ഥലങ്ങളിലായിട്ട്, ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പൊ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്നത് പ്രോട്ടോനീമ. ആ പ്രോട്ടോനീമയിൽ നിന്ന് ഒരുപാട് സെക്കൻഡറി ഗാമറ്റോഫൈറ്റ്, ഒരുപാട് പ്ലാൻ ബോഡി അതിൽ നിന്ന് പൊങ്ങി വരുന്നു. ഇതുപോലത്തെ ഒരുപാടെണ്ണം ഉയർന്നു വരുന്നു. മനസ്സിലായോ? ഇതിന് സെക്കൻഡറി ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പോൾ പ്രൈമറി ഗാമറ്റോഫൈറ്റ് അതാണ് പ്രോട്ടോനീമ, അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോനീമ. അതിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഇനി ഇത് ഇറക്റ്റ് ഫോമിലാണ് ഈ പ്രോട്ടോനീമ ഉണ്ടാകുന്നത്. മറ്റേ ആദ്യം പറഞ്ഞ പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള താലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണെങ്കിൽ ഈ പ്രോട്ടോനീമ സ്റ്റേജ് ഉണ്ടാകുന്നില്ല. ഈ സ്പോർ directly germinate into the prostrate thallus. ഇതുപോലുള്ള താലസ് ഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്നു. ഈ പ്രോട്ടോനീമ എന്ന് പറയുന്ന സ്റ്റേജ് അതിൽ ആബ്സെന്റ് ആണ്. അത് ഇറക്റ്റ് ഫോമിൽ മാത്രമാണ് പ്രോട്ടോനീമ സ്റ്റേജ് വരുന്നത്. മറ്റതിലാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഈ താലസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് മെയിലും ഫീമെയിലും ഗമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ആ സ്പോറോഫൈറ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഫുഡ് സീറ്റ, ക്യാപ്സ്യൂൾ. അതിൽ ക്യാപ്സ്യൂളിനകത്തുള്ള കുറച്ച് സെൽസ് മാത്രം മിയോട്ടിക് ഡിവിഷൻ നടന്ന് എന്തുണ്ടാവുന്നു, സ്പോർ ഉണ്ടാവുന്നു. അപ്പൊ സ്പോർ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. മിയോട്ടിക് ഡിവിഷൻ നടന്നുണ്ടായതുകൊണ്ട് ഈ സ്പോർസ് എല്ലാം ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഒരു ബ്രയോഫൈറ്റ് ആയിട്ട് വരുന്നു. ഇൻ കേസ് ഓഫ് പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിലാണെങ്കിൽ. അല്ലെങ്കിൽ മറ്റേ ഇറക്റ്റ് ഫോമിലാണെങ്കിൽ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റ്, അതിന് പ്രോട്ടോനീമ എന്ന് പറയും. അത് ഫിലമെന്റസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നു. അതിനുശേഷം അതിൽ നിന്നാണ് അവിടെയായിട്ട് ഈ ഗാമറ്റോഫൈറ്റിക് പ്ലാൻ ബോഡി ഉണ്ടായി വരുന്നത്. ക്ലിയർ ആയല്ലോ? ബ്രയോഫൈറ്റിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ബ്രയോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, ലിവർവേർട്സ് ആൻഡ് മോസസ്. അതിൽ ലിവർവേർട്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്. മോസസ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ട് വരുന്നത് മോസസ്. അപ്പോൾ ലിവർവേർട്സിനകത്ത് എക്സാമ്പിൾ റിക്സിയ, മർക്കാൻഷ്യ, റിക്സിയ, മർക്കാൻഷ്യ, ഇതെല്ലാം ഈ ലിവർ വേർഡ്സിൽ വരുന്നതാണ്. അതാണ് സബ്സ്ട്രേറ്റത്തില് ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, കാണിച്ചു തന്നില്ലേ, അതുപോലെ വരുന്നതാണ് റിക്സിയ അല്ലെങ്കിൽ മർക്കാൻഷ്യ. രണ്ടും അതുപോലെയാണ്. മർക്കാൻഷ്യ കുറച്ച് ഡാർക്ക് ആയിട്ട് കുറച്ചുകൂടി വലുതായിരിക്കും, റിക്സിയ കുറച്ച് ചെറുതാണ്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ റിക്സിയ, മർക്കാൻഷ്യ ഇതെല്ലാം ലിവർ വേർഡ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്നു. ഇനി മോസസില് ഫ്യുനേറിയയാണ് ഈ വരച്ചിരിക്കുന്നത്, ഫ്യുനേറിയ. ഇനി വേറെയുമുണ്ട് സ്ഫാഗ്നം, പോളിട്രൈക്കം. ഫ്യുനേറിയ, സ്ഫാഗ്നം, പോളിട്രൈക്കം ഇതെല്ലാം മോസസിൽ വരുന്നതാണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ലിവർ ബേർഡ്സും മോസസും തമ്മിലുള്ള വ്യത്യാസം: ലിവർ ബേർഡ്സ് പ്രോസ്ട്രേറ്റ് ആയിട്ട് വളരുന്നു, മോസസ് ഇറക്റ്റ് ആയിട്ട് വളരുന്നു. ഇനി വേറൊരു വ്യത്യാസം ഉള്ളത്, ലിവർ ബേർഡ്സിന്റെ റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഹെൽപ് ടു അറ്റാച്ച് ടു ദ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ്
റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ആ റൈസോയിഡ്സ് ലിവർ വെഡ്സിൽ യൂണിസെല്ലുലാർ ആയിരിക്കും. ഇതിനകത്തത് മൾട്ടി സെല്ലുലാർ. അതായത് ഇവിടെ ഇതിൽ റൈസോയിഡ്സ്, ഇതിനെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന റൈസോയിഡ്സ്, ആ റൈസോയിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് ഇങ്ങനെ പാർട്ടീഷൻ വോൾ ഉണ്ടാവും. അതായത് മൾട്ടി സെല്ലുലാർ ഇങ്ങനെ അതിനകത്തുണ്ടാവും. അതാണ് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒരെണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനും ഇതുപോലെ റൈസോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ റൈസോയിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് വെറുതെ കുഴല് പോലെ ഇരിക്കുകയുള്ളൂ, അതിലിടക്ക് പാർട്ടീഷൻ വോൾ ഇല്ല. അതുകൊണ്ടാണ് യൂണിസെല്ലുലാർ എന്ന് പറയുന്നത്. ഇത് പ്രോസ്ട്രേറ്റ് ആയിട്ട് കാണും. ഏത് ലിവർ ബേർഡ്സ് പ്രോസ്ട്രേറ്റ് ആണ്, മോസസ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്. ലിവർ ബേർഡ്സില് റൈസോയിഡ്സ് യൂണിസെല്ലുലാർ ആയിരിക്കും, മോസസില് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. മനസ്സിലായല്ല? ഇനി ലിവർ ബേർഡ്സില് പ്രോട്ടോനീമ, നമ്മൾ അവസാനം കാണിച്ചു തന്നു. പ്രോട്ടോനീമ എന്ന് പറയുന്ന ആ ഗാമറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ആബ്സെന്റ് ഇൻ ലിവർ ബേർഡ്സ്. കാരണം അവിടെ സ്പോറ് ഡയറക്റ്റ് ആയിട്ട് ഇതായിട്ട് വളർന്നു വരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ ഈ കേസിൽ അങ്ങനെയല്ല. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പ്രോട്ടോനീമ എന്ന് പറയുന്ന ഒരു ഫിലമെന്റ് സ്ട്രക്ചർ ഉണ്ടായതിനു ശേഷം അതിലാണ് ഈ പ്ലാന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായ വ്യത്യാസം? അപ്പൊ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ദേ ആർ ഓഫ് വെരി ലിറ്റിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അങ്ങനെ കാര്യമായിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രൂപ്പല്ല ഈ ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. Some bryophytes provide food for animals, birds, etc. അപ്പോൾ ചില ബ്രയോഫൈറ്റ് ബേർഡ്സ് ഇതൊക്കെ ആനിമൽസ് ഒക്കെ ഭക്ഷിക്കാറുണ്ട്. അതാണ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ഇനി മോസ് കോൾഡ് സ്വാഗ്നം പ്രൊവൈഡ് peat that have been used as fuel. പീറ്റ് ആയിട്ട് അത് പീറ്റ് തരുന്നു. പീറ്റ് എന്ന് പറയുന്നത് അത് ഉണങ്ങി ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ചാണകം കൊണ്ടൊക്കെ വരടി ഉണ്ടാക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹിന്ദി സിനിമയിലൊക്കെ കാണും. നമ്മുടെ നാട്ടിലാരും അങ്ങനെ ഉണ്ടാക്കാറില്ല. ചാണകം ഇങ്ങനെ മതലിലൊക്കെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പൊത്തി വെച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് അത് കത്തിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതിനെ ഉണക്കി എടുത്ത് ഉപയോഗിക്കുന്നതാണ് പീറ്റ്. അത് ഫ്യൂവലായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കാറുണ്ട്. സ്വാഗ്നം ഈസ് ഓൾസോ യൂസ്ഡ് ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ദ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിനെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ട്രാൻസ്ഷിപ്മെന്റ് ഷിപ്പിലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കയറ്റി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഇതിന് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ ആ നേച്ചർ കൊണ്ട് ഈ സ്വാഗ്നത്തിനെ നമ്മൾ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാട്ടർ ഇങ്ങനെ കുറെ നിലനിൽക്കുന്നത് കൊണ്ട് അതിലാക്കി നമുക്ക് ചില ജീവികളെയൊക്കെ നമുക്ക് വല്ലയിടത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ട്രാൻസ്ഷിപ്മെന്റിനൊക്കെ ഈ സ്വാഗ്നം യൂസ് ചെയ്യുന്നു. ഇനി they play a very important role in succession. Succession എന്ന് പറയുന്നത് റോക്കിലൊക്കെ അല്ലെങ്കിൽ ഒരു ബെയറായിട്ട് ഉള്ള ഏരിയയിൽ പെട്ടെന്ന് പ്ലാന്റ്സ് ഒക്കെ പിടിച്ചു വരുന്നതിനാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലോങ് വിത്ത് ലൈക്കന്റെ കൂടെ ബ്രയോഫൈറ്റിനും ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. പാറയൊക്കെ പൊട്ടിച്ചെടുത്ത സമയത്ത് അവിടെ ഒന്നുമില്ല അല്ലെ, ബെയറായിട്ടിരിക്കുന്ന ഒരു പാറയായിരിക്കും. കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ ചെടികളൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ആദ്യം വരുന്ന കൂട്ടത്തില് ലൈക്കന്റെ കൂടെ ബ്രയോഫൈറ്റും വരാറുണ്ട്. അപ്പോൾ ഇക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് സക്സഷന് സഹായിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വെറുതെ കണ്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ. താങ്ക് യു.